ഹലോ, ഉച്ചയ്ക്ക് എന്ത് തയ്യാറാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. കുറച്ച് മുട്ട ഇരിപ്പുണ്ടോ? എങ്കിൽ നമുക്ക് മസാലയിൽ പൊതിഞ്ഞൊരു മുട്ട വറുത്തത് കണ്ടു നോക്കിയാലോ. 2 മുട്ട ബൗളിലോട്ട് പൊട്ടിച്ചു വെച്ച് കൊടുക്കാം. ആവശ്യത്തിനൊപ്പം എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് സവാള, പച്ചമുളക്, കരിവേപ്പില ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം സവാളയും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റി ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ലിഡ് അടച്ചതിന് ശേഷം 2 മുതൽ 3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം മെല്ലെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. അടുത്ത സൈഡ് റെഡി ആയി കഴിഞ്ഞാൽ പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ചോറും കുറച്ച് മുട്ട വറുത്തതും തൈരും ബെസ്റ്റ് കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്